സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ റിക്രൂട്ട്മെന്റ് എന്നുള്ള ഈ ഒരു മെനു സെക്ഷൻ കാണാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്നുള്ള ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വിഫെൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള CSIR സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസി വീഡിയോസുമായിട്ടാണ് വിഫെൻ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക. വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് CRRI/02/PC/JSA/JST/2025 ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി വന്നിട്ടുള്ളത് 209 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 22/3/2025 ആണ്. കൂടാതെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറയുന്നത് 21/4/2025 ആണ്. അതായത് ഏപ്രിൽ മാസം 21-ാം തീയതി 5 മണി വരെ, വൈകുന്നേരം 5 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ വന്നിട്ടുള്ളത്. കൂടാതെ ഡേറ്റ് ഓഫ് റിട്ടേൺ എക്സാമിനേഷൻ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും. അതായത് ഈ വർഷം തന്നെയായിരിക്കും ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. കൂടാതെ ഡേറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്റ്റെനോഗ്രഫി വന്നിട്ടുള്ളത് ജൂൺ മാസത്തിലാണ്. അടുത്തായി നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ ഇവിടെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിന്റെ വേക്കൻസി കോഡായിട്ട് വന്നിട്ടുള്ളത് JSA 2025-01 ആണ് ഇവിടെ വേക്കൻസി കോഡായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ നമ്പർ ഓഫ് പോസ്റ്റ് വന്നിട്ടുള്ളത് 177 പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ പേ ലെവൽ അല്ലെങ്കിൽ പേ മെട്രിക് സാലറി വന്നിട്ടുള്ളത് ഗ്രൂപ്പ് C ആണ്. കൂടാതെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് 90,900 to 63,200 ആണ് ഇവിടെ സാലറി സ്കെയിലായിട്ട് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക. സോ ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 10th +2 ആണ്. സോ 10th +2 ഒക്കെ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാവുന്നതാണ്. കൂടാതെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസിന്റെ കൂടെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഇവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് 28 വയസ്സ് കൂടാൻ പാടുള്ളതല്ല. സോ അതാണ് ഇവിടെ ഏജ് ലിമിറ്റ് ആയിട്ട് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നതാണ്. അടുത്തത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. സോ ഇവിടെ വേക്കൻസി കോഡ് വന്നിട്ടുള്ളത് JST 2025-02 ആണ് ഇവിടെ ജൂനിയർ സ്റ്റെനോഗ്രാഫറിന്റെ വേക്കൻസി കോഡായിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ നമ്പർ ഓഫ് വേക്കൻസി വന്നിട്ടുള്ളത് 32 വേക്കൻസീസ് ആണ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൽ വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ പേ ലെവൽ പേ മെട്രിക് സാലറി ലഭിക്കുന്നത് ഗ്രൂപ്പ് C ആണ്. സോ ഇവിടെ പേ ലെവൽ 4 ആണ് വന്നിട്ടുള്ളത്. അതായത് 25,500 to 81,100 rupees ആണ് ഇവിടെ പേ ലെവൽ അല്ലെങ്കിൽ പേ മെട്രിക് സാലറി ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക. കൂടാതെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൽ വേണ്ട ഉദ്യോഗാർത്ഥികളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 10th +2 തന്നെയാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റെനോഗ്രഫിയിൽ പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കേണ്ടതാണ്. സോ 27 വയസ്സ് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ കേന്ദ്ര സർക്കാരിൽ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാൻ വന്നിട്ടുള്ള പറ്റിയൊരു അവസരമാണ്. സോ ഉദ്യോഗാർത്ഥികൾ മാക്സിമം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഇവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു 209 വേക്കൻസിയിൽ 10 പോസ്റ്റാണ് ഈ പറയുന്ന PWBD കാൻഡിഡേറ്റ്സിന് മാറ്റിവെച്ചിട്ടുള്ളത്. കൂടാതെ 15 പോസ്റ്റ് ഈ പറയുന്ന എക്സ് സർവീസ്മെൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ആണ്. സോ ഇവിടെ SC/ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ OBC കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും PWBD അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷനൊക്കെയാണ് വന്നിട്ടുള്ളത്. കൂടാതെ PWBD SC/ST കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 15 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ PWBD OBC NCL കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 13 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. സോ അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ OBC NCL അല്ലെങ്കിൽ EW സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ പറയുന്ന
ആപ്ലിക്കേഷൻ ഫോമിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് വേക്കൻസി സെക്ഷനാണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഡൽഹി ബേസ്ഡ് CSIR ലബോറട്ടറീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുമല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഈ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുക. സോ ഇവിടെ നെയിം ഓഫ് ലബോറട്ടറി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് CSIR CRI ആണ്. കൂടാതെ CSIR ഹെഡ് ക്വാർട്ടേഴ്സ്, കൂടാതെ CSIR IGIB, കൂടാതെ CSIR NISCPR, കൂടാതെ CSIR NPL എന്നീ ലാബ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുക. സോ ഇവിടെ ടോട്ടൽ ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് 209 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10 വേക്കൻസി ഈ പറയുന്ന PWBD കാൻഡിഡേറ്റ്സിനും 15 വേക്കൻസി എക്സ് സർവീസ്മെൻ കാറ്റഗറിയിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിനുമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. സോ ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇവിടെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് 500 റുപ്പീസ് ആണ്. സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിലും OBC കാറ്റഗറിയിലും കൂടാതെ EWS കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. കൂടാതെ വുമൺസ് കാൻഡിഡേറ്റ്, SC ST PWBD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ സിലബസും സ്കീമുമാണ്. സോ ഇവിടെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള എക്സാമിന്റെ പാറ്റേണും ഡീറ്റെയിൽസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇവിടെ മോഡ് ഓഫ് എക്സാമിനേഷൻ OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് മോഡ് ഓഫ് എക്സാമിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. കൂടാതെ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് 10th + 2 ആണ്. അതായത് 10th + 2 ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 200 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കൂടാതെ ടോട്ടൽ ടൈം അലോട്ടഡ് ആയിട്ട് വന്നിട്ടുള്ളത് 2 hours ആണ്. അടുത്തായിട്ട് കോമ്പറ്റിറ്റീവ് റിട്ടേൺ എക്സാം ആണ്. സോ ഇവിടെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൽ വന്നിട്ടുള്ള റിട്ടേൺ എക്സാമിന് 3 പാർട്ടായിട്ടാണ് പേപ്പർ തിരിച്ചിട്ടുള്ളത്. സോ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം മാർക്ക് 50 തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ നെഗറ്റീവ് മാർക്സ് വന്നിട്ടുണ്ട്. 1/4 മാർക്ക് വെച്ച് ഈ ഒരു എക്സാമിൽ നെഗറ്റീവ് മാർക്സ് വന്നിട്ടുണ്ട്. സോ ജനറൽ അവയർനെസ് മാക്സിമം മാർക്ക് 50 ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻസിൽ വന്നിട്ടുള്ളത് 100 മാർക്സ് ആണ് മാക്സിമം വന്നിട്ടുള്ളത്. സോ ഈ ഒരു എല്ലാ എക്സാമിനേഷനും ഈ പറയുന്ന 1/4 മാർക്ക് വെച്ച് റോങ് ആൻസേഴ്സിന് കട്ടാക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിൽ വന്നിട്ടുള്ള സിലബസും സ്കീം ഓഫ് എക്സാമിനേഷനുമാണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിന് 2 പേപ്പർ വീതമായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. സോ ഇവിടെ മോഡ് ഓഫ് എക്സാമിനേഷൻ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇംഗ്ലീഷിലും ഹിന്ദിയിലായിരിക്കും. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാമിനേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലാസ് 12 ബേസ് ചെയ്തായിരിക്കും. കൂടാതെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 200 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ടൈം വന്നിട്ടുള്ളത് 2 hours 30 minutes ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ വന്നിട്ടുള്ളത്. സോ ഇവിടെ പാർട്ട് 1 വന്നിട്ടുള്ളത് സബ്ജക്ട് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. മാക്സിമം മാർക്ക് 200 ആണ്. അതായത് ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ് കിട്ടുക. കൂടാതെ നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കുന്നതല്ല. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, പേപ്പർ 1 നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് പേപ്പർ 2 ആണ്. സോ ഇവിടെ സബ്ജക്ട് വന്നിട്ടുള്ളത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ്. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് രണ്ടിനും കൂടി 50 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടായിരിക്കുക. സോ മാക്സിമം മാർക്ക് വന്നിട്ടുള്ളത് 150 മാർക്കാണ്. അതായത് 3 മാർക്സ് വീതമാണ് ഈച്ച് ക്വസ്റ്റ്യൻസിന് വന്നിട്ടുള്ളത്. സോ ഇവിടെ നെഗറ്റീവ് മാർക്ക് പേപ്പർ 2 വരുന്നുണ്ട്. സോ 1 മാർക്ക് വീതം ഈ ഒരു നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നുണ്ട് റോങ് ആൻസേഴ്സിന്. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കൂടാതെ പ്രൊഫഷൻസി ടെസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഈ പറഞ്ഞ 35 വേർഡ് പെർ മിനിറ്റ്, കൂടാതെ ഹിന്ദിയിൽ ടൈപ്പിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിനേഷൻ സെന്റർ ആണ്. സോ ഈ ഒരു CSIR സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു എക്സാമിനേഷൻ സെന്റർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഡൽഹിയിലാണ്. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഡൽഹിയിൽ വെച്ചായിരിക്കും ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കൂടാതെ വിദ്യാർത്ഥികൾക്ക് സാലറിക്ക് പുറമെ അതർ ബെനിഫിറ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ് എന്നിവയൊക്കെ വിദ്യാർത്ഥികൾക്ക് സാലറിക്ക് പുറമെ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ആണ്. സോ ഈ ഒരു
പോസ്റ്റിലേക്ക്, അതായത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ മുഖേനയാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് CSIR CRIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകം നോട്ട് ചെയ്യുക, 22/3/2025 മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 21/4/2025. അന്നേ ദിവസം വൈകുന്നേരം 5 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ 10th +2 പാസ്സായി, അതായത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കുവാനായി ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള CSIR സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ സ്റ്റെനോഗ്രാഫർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അതിനായി ഉദ്യോഗാർത്ഥികൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു ഡോക്യുമെന്റിൽ തന്നെ തന്നിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് CSIRന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡോക്യുമെന്റ് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ CRRIDOM.gov. എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് CSIRന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾ താഴത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ റിക്രൂട്ട്മെന്റ് എന്നുള്ള ഈ ഒരു മെനു സെക്ഷൻ കാണാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്നുള്ള ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റിക്രൂട്ട്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് CSIRന്റെ ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് പേജ് ലോഡ് ചെയ്ത് വരുന്നതാണ്. സോ ഇവിടെ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആൻഡ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്നുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസിന്റെ PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തൊട്ട് അടുത്ത് തന്നെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു വിൻഡോ ആണ് ലഭിക്കുക. സോ ഈ ഒരു വെബ് പേജിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ, സൈൻ ഇൻ അല്ലെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ള 2 ബട്ടൺ കാണാവുന്നതാണ്. സോ ഇവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സൈൻ ഇൻ മുഖേന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ രജിസ്റ്റേർഡ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ VFine Jobs സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.